Hi dear students, welcome back to our new video lecturing. ഈ സെഷനിൽ നമ്മൾ പറയാൻ പോകുന്നത് the phylum Annelida. Next phylum ആണ് phylum Annelida. A word meaning Annelida, annulus. Annulus. Annulus means ring. Eidos means form. Ring ഉള്ള ബോഡി ഫോംസ് ഉള്ളവരാണ്. റിംഗ്ഡ് ബോഡി ഫോംസ് ആണ്. ഇങ്ങനെയാണ് ഇവരുടെ ബോഡി കാണുക. റിംഗ് പോലെ റിംഗ്ഡ് ബോഡി ഫോംസ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ അനലിഡ എന്നുള്ള ടേം തന്നെ. നോക്കാം ജനറൽ ക്യാരക്ടേഴ്സ് ഓഫ് അനലിഡ്സ്. They are aquatic or terrestrial. ഈ അനലിഡ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന അനിമൽ അക്വാട്ടിക് ഹാബിറ്റാറ്റിലും കാണുന്നുണ്ട്, ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റിൽ കാണുന്ന അനലിഡ്സും ഉണ്ട്. So they are either aquatic or terrestrial. Then aquatic are marine or freshwater forms. അക്വാട്ടിക്കിൽ തന്നെ സീ വാട്ടർ അല്ലെങ്കിൽ കടൽ വെള്ളത്തിൽ മറൈൻ വാട്ടറിൽ കാണുന്നവരുണ്ട്, ഫ്രഷ് വാട്ടറിൽ കാണുന്നവരുണ്ട്. സോ aquatic are marine or freshwater forms. They are free living. Some are parasitic. So either free living or parasitic animals are there. Free living ആയിട്ടുള്ളവരുണ്ട്, പാരസൈറ്റ് ആയി ജീവിക്കുന്ന അനിമൽസും അനലിഡ എന്ന ഫൈലത്തിലുണ്ട്. ഇനി അനലിഡ എന്നുള്ള ടേം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അനലിഡിന്റെ പ്രത്യേകത, they have cylindrical segmented body. ഫസ്റ്റ് ഒരു സെഗ്മെന്റഡ് ബോഡി കണ്ട ഗ്രൂപ്പ് ഇതാണ്. That means they show a true metamerism or segmentation. നമ്മൾ പഠിച്ചാണ് metamerism or segmentation. Bodies divides into segments. ഒരു true metamerism കാണുന്ന ഗ്രൂപ്പാണ് അനലിഡ്. ഇവർക്ക് സെഗ്മെന്റഡ് ബോഡിയാണ്. See here നമ്മൾ നോക്കിയ അവരുടെ ബോഡി നോക്കി ഇങ്ങനെ ഓരോരോ സെഗ്മെന്റുകളായിട്ടാണ് ഡിവൈഡ് ചെയ്യുക. And this segmentation can see both externally and internally. അവരുടെ ബോഡിയെ എക്സ്റ്റേണലിയും ഇന്റേണലിയും ഡിവൈഡ് ചെയ്ത് സെഗ്മെന്റുകളാക്കി മാറ്റിയിരിക്കുകയാണ്. സോ ദിസ് അനലിഡ് ഷോ ബോത്ത് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ മെറ്റാമറിസം. എക്സ്റ്റേണലും ഇന്റേണലുമായ മെറ്റാമറിസം കാണിച്ച ഗ്രൂപ്പ് ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ, അത് അനലിഡ് മാത്രമാണ്. ഓക്കെ, ആൻഡ് ദീസ് സെഗ്മെന്റ്സ് ആർ കോൾഡ് ആസ് മെറ്റാമിയർ. ഓരോ സെഗ്മെന്റും പറയുക മെറ്റാമിയർ or somite. Metamere or somite. So both external and internal metamerism seen only in annelid. But segmented worm, ഇപ്പൊ നമുക്ക് തരാണ് these are a group of cylindrical segmented worm എന്നൊരു ടേം കണ്ടാൽ അപ്പോൾ തന്നെ ഐഡന്റിഫൈ ചെയ്തോണം അത് അനലിഡ് ആണ്. അനലിഡിലാണ് ഇങ്ങനെ ഒരു ട്രൂ സെഗ്മെന്റേഷൻ ഉള്ള സിലിണ്ടറിക്കൽ ബോഡിയുള്ള അനിമൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. These are a group of bilaterally symmetrical triploblastic animals having organ system level of organization. അപ്പൊ ഇവര് അങ്ങനെ തന്നെ പ്ലാറ്റിഹെൽമിന്തസിനെയും ആഷെൽമിന്തസിനെയും പോലെ തന്നെ ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്നവരുമാണ് അനലിഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്യാരക്ടർ, ദീസ് അനലിഡ്സ് ആർ ദ ഫസ്റ്റ് സീലോമേറ്റ്സ്. These are the first coelomates or eucoelomates. First coelomates അല്ലെങ്കിൽ ഫസ്റ്റ് eucoelomates, ആദ്യമായി ഒരു ട്രൂ സീലം കണ്ട ആനിമൽ ഗ്രൂപ്പ് ആണ് അനലിഡ്സ്. So these are the first coelomates or eucoelomates. ട്രൂ സീലം കാണിച്ച ഫസ്റ്റ് coelomates ആണിത്. And they have schizocilum. ഇത് ഞാൻ ജനറൽ ക്യാരക്ടറിൽ നേരത്തെ വീഡിയോയിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോയിലേക്ക് നോക്കുക. ഷൈസോസീലം. ഇനി നമ്മൾ ഈ അനിമലിന്റെ ബോഡി എടുത്താൽ ഇങ്ങനൊരു സെഗ്മെന്റഡ് വേം ആണ്. ഈ സെഗ്മെന്റഡ് ബോഡിയുടെ നമ്മൾ ഈ ബോഡി വാൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ
നിന്റെ ബോഡി വാളിന്റെ ഇത്ര ഒരു പോർഷൻ നമ്മളൊന്ന് എൻലാർജ് ചെയ്ത് നോക്കുവാണ്. ഇത്ര ഒരു പോർഷൻ ഒന്ന് എൻലാർജ് ചെയ്ത് നോക്കുവാണ് ബോഡി വാൾ. നമ്മൾ ആ ബോഡി വാൾ നോക്കിയാൽ ഇതിന്റെ എൻലാർജ് പോർഷൻ ഇതാണ് അത്രയും പോർഷൻ. നമ്മൾ ഈ ബോഡി വാൾ നോക്കിയാൽ ഈ ബോഡി വാളിൽ they have longitudinal and circular muscles. നീളത്തിലും സർക്കുലറുമായിട്ടുള്ള മസിൽസ് കാണുന്നുണ്ട്. They have longitudinal and circular muscles on their body wall. അവരുടെ ബോഡി വാളിൽ നീളത്തിലും സർക്കുലറുമായി മസിൽസ് കാണുന്നു, which helps in their locomotion. അത് അവരുടെ ലോക്കോമോഷൻ ഹെൽപ്ഫുൾ ആയി മാറും. ഈ മസിൽ കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വേർമിന് ഇങ്ങനെ മൂവ് ചെയ്ത് പോകാനും സഹായിക്കും. സോ ദേ ഹാവ് ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് സർക്കുലർ മസിൽസ് ഓൺ ദെയർ ബോഡി വാൾ. ഈ ബോഡി വാളിലൂടെ ഇങ്ങനെ നീളത്തിൽ മസിൽസ് പോകുന്നുണ്ട്, അതാ ലോഞ്ചിറ്റ്യൂഡിനൽ. സർക്കുലർ ആയി മസിൽസ് കാണുന്നുണ്ട്. സോ ദേ ഹാവ് ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് സർക്കുലർ മസിൽ. ഇങ്ങനെ സർക്കുലർ ആയി മസിൽസ് കാണുന്നു, നീളത്തിൽ മസിൽസ് കാണും. സോ ദേ ഹാവ് ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് സർക്കുലർ മസിൽസ് ഓൺ ദെയർ ബോഡി വാൾ വിച്ച് ഹെൽപ്സ് ഇൻ ലോക്കോമോഷൻ. അത് അവരുടെ മൂവ്മെന്റ് സഹായിക്കുകയും ചെയ്യുന്നു. ഇനി നമ്മൾ ചില അനലിഡുകൾ എടുത്താൽ, സം അനലിഡ്സ് ഹാവ് സീറ്റേ ഫോർ ലോക്കോമോഷൻ. സം അനലിഡ് ഹാവ് സീറ്റേ ഫോർ ലോക്കോമോഷൻ, എസ്പെഷ്യലി ടെറസ്ട്രിയൽ ആയിട്ടുള്ള ആനിമൽസ്. ടെറസ്ട്രിയൽ അനലിഡ്സ് എടുത്തു കഴിഞ്ഞാൽ സീറ്റേ എന്ന സ്ട്രക്ചർ ആണ് ലോക്കോമോട്ടർ ഓർഗൻ. And somehow parapodia for locomotion. Somehow parapodia for locomotion, especially in aquatic annelids. So terrestrial annelids have setae for locomotion. Aquatic annelids have parapodia for locomotion. So setae for locomotion in terrestrial animals, parapodia for locomotion in aquatic animals. Then their digestive system is complete digestive system seen in annelids. Then their respiration by gills, skin and parapodia. Their respiration takes place through gills. Gills respiratory organ ആയിട്ടുള്ളവരുണ്ട്. സ്കിൻ റെസ്പിറേറ്ററി, സ്കിന്നിലൂടെ ഇപ്പൊ എർത്തോമിലേക്ക് അങ്ങനെയല്ലേ, സ്കിൻ റെസ്പിറേറ്ററി ഓർഗൻ ആയിട്ടുള്ളവരുണ്ട്. ഈ പാരപ്പോഡിയ ഒരു റെസ്പിറേറ്ററി ഓർഗനായി ആക്ട് ചെയ്യാറുണ്ട്. സോ ദ റെസ്പിറേഷൻ ബൈ ഗിൽസ്, സ്കിൻ ആൻഡ് പാരപ്പോഡിയ, ദീസ് ആർ റെസ്പിറേറ്ററി ഓർഗൻസ് ഇൻ അനലിഡ്സ്. Then their excretion by nephridia. Excretion by nephridia. Nephridia are the excretory organs in annelids. But some annelids have flame cells. ചില annelids flame cells ഉണ്ട്, but almost annelids excretory organ എന്ന് പറയുന്നത് nephridia ആണ്. Most of the annelids have nephridia for excretion, and it helps in osmoregulation also. It helps in osmoregulation. Osmoregulation means salt to water balance. ബോഡിയിലെ salt to water balance കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ nephridia ഹെൽപ്ഫുൾ ആണ്. So this nephridia for excretion as well as osmoregulation. Okay, നമ്മൾ ഇനി അനിമലിന്റെ നെർവസ് സിസ്റ്റം എടുത്താൽ, the nervous system consists of ganglion. See these 1, 2, 3 ഇങ്ങനെ 3 ganglions. These ganglions are connected by nerves to form a nerve ring. 3 ganglions, these ganglions are connected by nerves to form a nerve ring. ഈ nerve ringും ganglionുമാണ് അവരുടെ ബ്രെയിൻ അറ്റാക്ക് ചെയ്യുക. And from this nerve ring, 2 ventral nerve cord arises. അനിമലിന്റെ ബോഡിയുടെ വെൻട്രൽ സൈഡിലൂടെ nerve cord പാസ് ചെയ്യുന്നു. So 2 nerve cord ആണ്. So double and ventral nerve cord present. So nervous system consists of ganglia, nerve ring and double ventral nerve cord present in their nervous system. ഇതാണ് ഈ അനലിഡിന്റെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓർലി ഡെവലപ്ഡ് ആണ്. Then
the circulation is closed type. So ഇവരുടെ എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് ഇതാണ്. ഫസ്റ്റ് ഒരു ക്ലോസ്ഡ് ടൈപ്പ് സർക്കുലേഷൻ കണ്ട ഗ്രൂപ്പ് അനലിഡ് ആണ്. അനലിഡ് മുതലാണ് ആദ്യമായി ഒരു ക്ലോസ്ഡ് സർക്കുലേഷൻ ഒക്കെ വന്നു തുടങ്ങിയത്. That means here circulatory system consists of heart and blood vessels, and blood is always confined to these heart and blood vessels only. അപ്പൊ ഇവിടെയാണ് ആദ്യമായി ഹാർട്ടും ബ്ലഡ് വെസൽസും ഒക്കെ വന്ന് കണ്ട ഗ്രൂപ്പ്. അവിടെ ബ്ലഡ് കാണുന്നത് ഹാർട്ടിലും ബ്ലഡ് വെസൽസിലും മാത്രമാണ്. ബ്ലഡ് വെസൽസിലൂടെ മാത്രമേ ബ്ലഡ് ഫ്ലോ ചെയ്യൂ. അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുക, ക്ലോസ്ഡ് സർക്കുലേഷൻ. ഇവിടെയാണ് ആദ്യമായി ഒരു ക്ലോസ്ഡ് സർക്കുലേഷൻ ഫസ്റ്റ് ഹാർട്ടിന്റെയും ബ്ലഡ് വെസൽസിന്റെ ഒക്കെ പ്രസൻസ് കണ്ട ആദ്യത്തെ ഗ്രൂപ്പ് അനലിഡ് ആണ്. അതാണ് അതിന്റെ ഒരു മറ്റൊരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പിന്റെ. ഇനി ഇവിടെ സർക്കുലേറ്ററി സിസ്റ്റം നോക്കിയാൽ സർക്കുലേറ്ററി സിസ്റ്റം കൺസിസ്റ്റിംഗ് ബ്ലഡ് is red in color because of the presence of the red colored respiratory pigment hemoglobin. The red colored respiratory pigment hemoglobin present which dissolved in their plasma. Hemoglobin dissolved in their plasma. നമുക്കൊക്കെ അങ്ങനെയല്ല, ഹീമോഗ്ലോബിൻ ആർബിസിലാണ് കാണുന്നത്, പ്ലാസ്മയിലല്ല. But here the respiratory pigment hemoglobin dissolved in plasma in this annelids. ഇനി നമ്മൾ ഈ അനലിഡ് എടുത്താൽ അനലിഡ്സ് ആർ എയ്തർ ഡൈഷ്യസ് ഓർ മോണീഷ്യസ്. അവ രണ്ട് ടൈപ്പ് ഉണ്ട്, ഡൈഷ്യസ് ആയും മോണീഷ്യസ് ആയും കാണപ്പെടുന്നു. ഡൈഷ്യസ് എന്ന് പറഞ്ഞാൽ ഹിയർ സെക്സസ് ആർ സെപ്പറേറ്റ്, സെക്സസ് സെപ്പറേറ്റ് ആയിട്ട് കാണുന്നതാണ്. മെയിൽ ആൻഡ് ഫീമെയിൽ അങ്ങനെ കാണപ്പെടും. സെക്സസ് സെപ്പറേറ്റഡ് ആണ്. ഡൈഷ്യസ് കണ്ടീഷൻ അതായത് യൂണിസെക്ഷൽ കണ്ടീഷൻ ആണ്. ഒറ്റ സെക്സ് ഓർഗനേ ഉള്ളൂ. ഒരു അനിമലിൽ ഒരു സെക്സ് ഓർഗൻ, ഒന്നുകിൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ സെക്സ് ഓർഗൻ. ആൻഡ് മോണീഷ്യസ് ആനിമൽസ് ആർ ആൾസോ ദെയർ. Monoecious means bisexual or hermaphrodite. Means both of the sex organs seen in a single organism. Male and female sex organ ഒറ്റ ഒരു ഓർഗാനിസത്തിൽ മാത്രമായി കാണുവാണെങ്കിൽ that is monoecious or hermaphrodites. അപ്പൊ രണ്ടുണ്ട്, സെക്സസ് സെപ്പറേറ്റഡ് അല്ല. മോണീഷ്യസിൽ സെക്സസ് സെപ്പറേറ്റഡ് അല്ല. അപ്പൊ സെക്സസ് സെപ്പറേറ്റഡ് ആയിട്ടുള്ളവരുണ്ട്, സെക്സസ് സെപ്പറേറ്റഡ് അല്ലാത്ത അനിമൽസും അനലിഡ്സിലുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ അക്വാട്ടിക് അനലിഡ്സ് ലൈക്ക് നീറിസ് ഒരു അക്വാട്ടിക് അനലിഡ് ആണ്. നീറിസ് എന്ന് പറയുന്നത് ഡൈഷ്യസ് ആണ്, സെക്സസ് സെപ്പറേറ്റഡ് ആണ്. വൈൽ ദ ടെറസ്ട്രിയൽ അനലിഡ്സ് ലൈക്ക് എർത്തുവം ഡൈഷ്യസ് അല്ല, മോണീഷ്യസ് ആണ്. എർത്തുവം ഹെർമാഫ്രോഡൈറ്റ് ആണ്. ബോത്ത് ഓഫ് ദ സെക്സ് ഓർഗൻ ഫൗണ്ട് ഇൻ എ സിംഗിൾ ഓർഗാനിസം. Then leech ഒരു ഹിരുഡുനേറിയ ഒരു എക്ടോപാരസൈറ്റ് ആണ് ലീച്ച്. ഈ ലീച്ച് എന്ന് പറയുന്ന ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? മോണീഷ്യസ് ആണ്. അവിടെ സെക്സസ് സെപ്പറേറ്റഡ് അല്ല. അപ്പൊ രണ്ട് കാറ്റഗറി ഉണ്ട്, സെക്സസ് സെപ്പറേറ്റഡ് ആയിട്ടുള്ളവരുണ്ട്, സെക്സസ് സെപ്പറേറ്റഡ് ആകാത്ത അനിമൽസും അനലിഡ്സിൽ കാണപ്പെടുന്നു. നെക്സ്റ്റ് ഈസ് ദ റീപ്രൊഡക്ഷൻ അനലിഡ്സ്. Reproduction is only sexual reproduction. Only sexual reproduction. They reproduce only sexually. External fertilization. Fertilization is external. External fertilization. Development is direct or indirect. Development is direct or indirect. അതായത് ഹെർമാഫ്രോഡൈറ്റ്സ് ആയിട്ടുള്ളവർക്ക് ഡയറക്റ്റ് ആണ് ഡെവലപ്മെന്റ്. ഇപ്പൊ എർത്തും ഒരു ഹെർമാഫ്രോഡൈറ്റ് ആണ്, അവിടെ ലാർവൽ സ്റ്റേജിൽ ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. സോ ഹെർമാഫ്രോഡൈറ്റ് ആയിട്ടുള്ള അനിമൽസ് ഡയറക്റ്റ് ഡെവലപ്മെന്റും ദെൻ ഡൈഷ്യസ് ആയിട്ടുള്ളവർ സെക്സസ് സെപ്പറേറ്റ് ആയിട്ടുള്ളവർക്ക് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റും ആണ്. അപ്പൊ അക്വാട്ടിക് ആയിട്ടുള്ള നീറീസിലേക്ക് എന്താണ്? ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. ആൻഡ് ദർ ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ഇൻക്ലൂഡ് ലാർവ.
And this larva, example for larva is trochophore. This trochophore is the larvae of annelid. അത് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് കാണിക്കുന്നു, എസ്പെഷ്യലി സെക്ഷലി ഡൈമോർഫിക് ആയിട്ടുള്ള സെക്സസ് സെപ്പറേറ്റ് ആയിട്ടുള്ള ആനിമൽസിലാണ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് കാണിക്കുക. അപ്പൊ ഇതാണ് ഇവരുടെ ജനറൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുക. നെക്സ്റ്റ് എക്സാമ്പിൾസ് ഓഫ് അനലിഡ്സ്. ഇനി അനലിഡിന്റെ എക്സാമിനെ 3 ക്ലാസസ് ആയി സെപ്പറേറ്റ് ചെയ്തെന്ന് പറയാണ്. ഇതിൽ 3 ക്ലാസസ് ഉണ്ട്. നോക്കാം ഏതൊക്കെയാണ് അനലിഡ്സിൽ വരുന്ന 3 ക്ലാസസ് വിത്ത് എക്സാമ്പിൾ. 3 ക്ലാസസ് ആയി സെപ്പറേറ്റ് ചെയ്തു. ക്ലാസ് പോളിക്കീറ്റ, ഒലിഗോകീറ്റ ആൻഡ് ഹിരുഡിനിയ. ഫസ്റ്റ് പോളിക്കീറ്റയ്ക്ക് എക്സാമ്പിൾ നോക്കാം. പോളിക്കീറ്റ എന്ന ക്ലാസ്സിൽ വരുന്ന അനലിഡ്സിന് എക്സാമ്പിൾസ്: മറൈൻ ആനിമൽസ് വിത്ത് പാരപോഡിയ ഫോർ ലോക്കോമോഷൻ. Marine with parapodia for locomotion. Example: Neanthus or Nereis. Neanthus or Nereis are the examples of Polychaetae. Neanthus or Nereis are examples of Polychaetae. Next, Oligochaetae എടുത്താൽ they are freshwater or terrestrial animals and having seta for locomotion. Seta locomotor organ ആയിട്ടുള്ളവരുമാണ്. ഈ ഒലിഗോകീറ്റയിൽ വരുന്ന ആനിമൽസിന് എക്സാമ്പിൾ ആണ് ഫെററ്റിമ or earthworm. ഫെററ്റിമ or earthworm. earthworm വരുന്ന ക്ലാസ് ആണ് ക്ലാസ് ഒലിഗോകീറ്റ. ലാസ്റ്റ് ആണ് ക്ലാസ് ഹിരുഡിനിയ. Hiridinia means they are sanguivorous parasites. They are blood-sucking parasite, especially blood-sucking ectoparasite. ഇതിൽ വരുന്ന blood-sucking ectoparasiteകളാണ്. Example: Hirudinaria. Hirudinaria or the blood-sucking leech. ബ്ലഡ് സക്കിംഗ് ലീച്ച്. ലീച്ച് ആണ് ഹിരുഡിനേറിയ. ലീച്ച് നിങ്ങൾക്കറിയുമ്പോൾ ബ്ലഡ് സക്കിംഗ് ആയിട്ടുള്ള ഹിരുഡിനേറിയ എന്ന് പറയുന്നത് കേട്ടാ. ഇവരുടെ പ്രത്യേകത, നമ്മൾ ഈ അനലിഡിന്റെ ജനറൽ ക്യാരക്ടർ പറഞ്ഞപ്പോൾ അനലിഡ്സിലെല്ലാം ക്ലോസ്ഡ് സർക്കുലേഷൻ ഉണ്ടെന്ന് പറഞ്ഞത്. എന്നാൽ നമ്മൾ ലീച്ച് എടുത്താൽ അവർക്ക് ഓപ്പൺ സർക്കുലേഷൻ ആണ് കാണുക. ഓപ്പൺ ടൈപ്പ് സർക്കുലേഷൻ ആണ് ലീച്ചിലുള്ളത്. ഇവരുടെ സലൈവയിൽ ഒരു ആന്റികോയാഗുലൻ കാണപ്പെടുന്നുണ്ട്. ബ്ലഡ് ക്ലോട്ടിങ്ങിനെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു ആന്റികോയാഗുലന്റ് ഉണ്ട്. ദാറ്റ് നാച്ചുറൽ ആന്റികോയാഗുലന്റ് ഈസ് ഹിരുഡിൻ. ഹിരുഡിൻ എന്നൊരു നാച്ചുറൽ ആന്റികോയാഗുലന്റും കാണുന്നു ഹിരുഡിനേറിയൽ. ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ദ ഫൈലം അനലിഡ. അപ്പൊ ഇത്രയപ്പോൾ നമ്മൾ എന്തിന്റെ ക്യാരക്ടേഴ്സ് കംപ്ലീറ്റ് ആയി? ദ ജനറൽ ക്യാരക്ടേഴ്സ് ആൻഡ് എക്സാമ്പിൾസ് ഓഫ് ദ ഫൈലം അനലിഡ. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് മീ. സീ യു.